ഗോകുലിന് വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയാം. എന്താ ഗോകുൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നഷ്ടപ്പെട്ടു പോയ പഴയ ഓർമ്മകള് അത് തനിക്ക് തിരിച്ചു വേണോ? നമുക്ക് നമ്മുടെ സന്തോഷങ്ങളിൽ ജീവിച്ചാ പോരെ? ഗോകുൽ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന? പറയാം, പക്ഷേ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ജീവിതം മുഴുവൻ അവസാനിച്ചു എന്ന് കരുതിയിരുന്നൊരു മനുഷ്യന് വഴിയരികിൽ നിന്ന് ചിറകുഴിഞ്ഞൊരു പക്ഷിയെ കിട്ടി. മഴയിൽ തണുത്ത് വിറച്ച് ജീവന് വേണ്ടി പെടയുന്നൊരു പക്ഷി. പാതി ജീവൻ മാത്രം ബാക്കിയുള്ള പക്ഷിയെ അയാൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തന്റെ പ്രാണൻ കൊടുത്ത് അയാൾ അതിനെ സംരക്ഷിച്ചു, സ്നേഹിച്ചു. ആ പക്ഷി അയാളുടെ ലോകമായിട്ട് മാറി, അയാളുടെ ശ്വാസമായിട്ട് മാറി. ഗോകുൽ എന്തിനിപ്പോ ഇങ്ങനൊരു കഥ? കാരണം ഞാനും ഇപ്പോ അതേ ഒരവസ്ഥയില്ല. താന് ഇപ്പൊ എന്റെ ലോകം, എന്റെ കുഞ്ഞിന്റെ അമ്മയാ താൻ. താൻ ഈ കുടുംബത്തിന് നട്ടല്ല. താനില്ലാത്ത ഈ വീടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആ പഴയ ഓർമ്മ നമുക്കിനി വേണം. ഭൂതകാലത്തിലേക്കുള്ള തന്റെ എല്ലാ അന്വേഷണങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ? ഓർമ്മകൾ തിരിച്ചു കിട്ടിയ താൻ ആകെ മാറിപ്പോന്നുള്ള ഭയത്തിലാ ഓരോ ദിവസവും ഞാൻ കഴിഞ്ഞു പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ തന്നെ ഒന്ന് പറ. സോറി സോറി സോറി, ഞാൻ പറഞ്ഞത് തന്റെ മനസ്സമാനം കെടുത്തിയെങ്കിലേ മാപ്പ്. താൻ പോയി കിടന്നോ, ഞാൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ഓരോന്ന് ആലോചിച്ചപ്പോ മനസ്സ് കൈവിട്ടു പോയതാ. ഗുഡ് നൈറ്റ്.